ഇറാന്റെ പരമോന്നത നേതാവ് ഖാംനഈ കൊല്ലപ്പെട്ടതോടെ ലോകത്തിന്റെ സമാധാനത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഖാംനഈ എന്നുള്ളതിനുള്ള ഉത്തരമായി ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയൊക്കെയാണ്: ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയൊന്നുമല്ല, ഒരു ആരാധകനുമല്ല. പക്ഷെ ചില വ്യക്തികളോട്, ചില നേതാക്കന്മാരോട് നമുക്കൊരു ബഹുമാനം തോന്നും. അങ്ങനെ ഒരു ബഹുമാനം എനിക്ക് ഖാംനഈയോട് തോന്നിയിരിക്കുന്നു. ഖാംനഈ ഒരിക്കലും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം എപ്സ്റ്റീൻ ഫയലിലെല്ലാം വന്ന പോലെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചോ മറ്റോ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരാളുടെ അധികാരത്തിലും കൈകടത്തിയിട്ടില്ല. ആരെയും ബന്ദിയാക്കിയിട്ടില്ല. എനിക്ക് ഷഹീദാകണം എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞുബാലൻ അടുത്തെത്തുമ്പോൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഖാംനഈ പറയുന്നുണ്ട്: നീ പഠിച്ച് ശാസ്ത്രജ്ഞനായി ഈ രാജ്യത്തെയും ലോകത്തെയും സേവിക്കുക 90 വയസ്സ് വരെ എന്ന്. ഇതൊക്കെയാണ് ഖാംനഈ എന്ന ഒരു നേതാവ്. അയാളുടെ മതമോ വിശ്വാസമോ പക്ഷമോ വിഭാഗമോ ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ലാതെ അദ്ദേഹത്തെ കൊണ്ടാടുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഒരു മതനേതാവ്, രാഷ്ട്ര നേതാവ് എന്നതിലുപരി ഒരു സാമ്രാജ്യത്വ സയോണിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായി നിലകൊണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞാനിയായ ഒരു രാഷ്ട്ര നേതാവ് എന്നുകൂടിയാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. എണ്ണയ്ക്ക് പകരം നൽകാൻ ഡോളറില്ലെന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ സാരമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് രൂപയായി തന്നാൽ മതി എന്ന് പറഞ്ഞ രാജ്യം കൂടിയാണ് ഇറാൻ. എന്നിട്ടും ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ഔദ്യോഗികമായി ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമാണ്. പകരം ഖാംനഈയെയും ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന വ്യക്തികളെ നിരീക്ഷിക്കാനാണ് സ്റ്റേറ്റുകളോട് ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഇറാനികളല്ലാത്ത, അറബ് വംശജരല്ലാത്ത, ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത, ഷിയ പക്ഷക്കാരല്ലാത്ത മറ്റെല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും എന്തുകൊണ്ട് ഖാംനഈക്ക് ഇത്രയേറെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ള ചോദ്യത്തിനുത്തരം അദ്ദേഹം സാമ്രാജ്യത്വ സയനിസ്റ്റ് ശക്തികൾക്കെതിരെ തല ഉയർത്തി നിന്നു എന്നത് തന്നെയാണ്.